വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പാങ് GLP സ്കൂൾ അധികൃതർ. അടുത്ത അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവം വർണ്ണാഭമാക്കാനും തീരുമാനിച്ചു. തിരക്കിലേക്ക് കടക്കും മുമ്പ് ഒരു വിനോദയാത്രയായിരുന്നു അധ്യാപകരുടെ ലക്ഷ്യം. എന്നാൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറിമറഞ്ഞു. ദുഃഖം തളം കെട്ടിയ പാങ് GLP സ്കൂളിന്റെ മുറ്റത്തേക്ക് താങ്ങാനാവാത്ത വേദനയുമായാണ് വെള്ളിയാഴ്ച വൈകിട്ട് നാട്ടുകാരും അധ്യാപകരും PTA ഭാരവാഹികളും എത്തിയത്. മണിക്കൂറുകൾക്ക് മുമ്പ് ഒപ്പമുണ്ടായിരുന്നവരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ ചുറ്റുമുള്ളവരുടെ കണ്ണു നിറഞ്ഞു. അവധിക്കാലത്തിന്റെ സന്തോഷങ്ങളെല്ലാം കെടുത്തിയാണ് പൊള്ളാച്ചി വാൽപ്പാറ വളവിൽ നിന്ന് അപകട വാർത്തയെത്തിയത്. പാങ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും കുടുംബാംഗങ്ങളും പാങ് GUP സ്കൂളിലെ ഒരു അധ്യാപികയും മകളുമാണ് വിനോദയാത്രക്കായി പുറപ്പെട്ടത്. പാങ് GLP സ്കൂൾ പ്രധാന അധ്യാപിക P അജിത, അധ്യാപകരായ ആശ, റംല, സുഹ്റ, മകൻ ഹിഷാം, മജീദ്, ഭാര്യ റുക്കിയ, പാചകത്തൊഴിലാളി സാജിദ, മകൻ മുഹമ്മദ് ഷഹദിൻ, സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ്, പാങ് GUP സ്കൂൾ അധ്യാപിക ഷക്കീല, മകൾ മസ്നീൻ എന്നിവരായിരുന്നു സംഘാംഗങ്ങൾ. മുഹമ്മദ് ഫായിസ് ആയിരുന്നു വിനോദയാത്രാ വാനിന്റെ ഡ്രൈവർ. GLP സ്കൂളിലെ മറ്റ് അധ്യാപകരും യാത്രയിൽ പങ്കാളികളാകേണ്ടിയിരുന്നെങ്കിലും പല കാരണങ്ങളാൽ പിന്മാറുകയായിരുന്നു. GLP സ്കൂളിലെ അധ്യാപകരായ ഹസനത്ത്, റസീന, യശോദ, പ്യൂൺ ഗോപാലൻ എന്നിവരാണ് വിനോദയാത്രക്ക് പോകാതിരുന്നത്. വെള്ളി പുലർച്ചെയാണ് സംഘം യാത്ര പുറപ്പെട്ടത്. അതിരപ്പള്ളി, വാഴച്ചാൽ, വാൽപ്പാറ എന്നിവിടങ്ങളിലായിരുന്നു ലക്ഷ്യം. അവസാന കേന്ദ്രമായ വാൽപ്പാറ സന്ദർശിച്ച് പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതി. യാത്രയുടെ ഓരോ നിമിഷങ്ങളും അധ്യാപകർ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചിത്രങ്ങൾ പങ്കുവച്ചു. ഒരു നിമിഷം കൊണ്ടാണ് ആഹ്ലാദം കണ്ണീരിലേക്ക് വഴിമാറിയത്. GLP സ്കൂളിലെ അധ്യാപകരുമായുള്ള സൗഹൃദത്തിന്റെ പുറത്താണ് GUP സ്കൂൾ അധ്യാപികയായ ഷക്കീലയും മകളും ഒപ്പം ചേർന്നത്. എന്നാൽ മകളെ തനിച്ചാക്കി ഷക്കീല മടങ്ങി. കാഴ്ചപരിമിതനായിരുന്ന മജീദ് സഹായത്തിനായാണ് ഭാര്യ റുക്കിയയെ കൂട്ടിയത്. ഇത് ഇരുവരുടെയും അന്ത്യയാത്രയായി. ഇവർക്ക് മക്കളില്ല. അപകട വിവരം അറിഞ്ഞതോടെ നിരവധി ആളുകൾ സ്കൂളിലെത്തി. ചില നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും പുറപ്പെട്ടു.